സ്വന്തം മണ്ഡലത്തിലെ ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന് ജില്ലാ പഞ്ചായത്ത് കാര്യമായ പരിഗണന നൽകുന്നില്ല എന്ന് പറഞ്ഞ് ക്രിക്കറ്റ് കളിച്ച് പ്രതിഷേധിക്കുന്ന ചാണ്ടി ഉമ്മൻ MLA. എന്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധം? വേറിട്ട പ്രതിഷേധമാണ്. അതല്ല, നമുക്കറിയാം ഈ മണ്ഡലത്തിൽ ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി 80 ലക്ഷം രൂപ ചെലവഴിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. അപ്പം അതിനുശേഷം ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ തർക്കമാണ്. ജില്ലാ പഞ്ചായത്തും അതേപോലെ LSGD തമ്മിൽ ആര് മണ്ണ് മാറ്റും. ഇങ്ങനെ ടെക്നിക്കാലിറ്റീസിൽ വെച്ചിട്ടാണ് ഡെവലപ്മെൻറ്റ്സ് തടയപ്പെടുന്നത്. പുതുപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടാണ് കാട് പിടിച്ച് നശിക്കുന്നത്. പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചപ്പോൾ ഇവിടെ താൽക്കാലികമായി നിക്ഷേപിച്ച മണ്ണ് 4 വർഷം കഴിഞ്ഞിട്ടും നീക്കം ചെയ്തിട്ടില്ല. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി ജില്ലാ പഞ്ചായത്തിന് അയച്ചിട്ട് മാസങ്ങളായി. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് ചാണ്ടി ഉമ്മനും യൂത്ത് കോൺഗ്രസും ക്രിക്കറ്റ് കളിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഈ കാണുന്നതാണ് പുതുപ്പള്ളി ഹൈസ്കൂൾ മൈതാനം. പുല്ലൊക്കെ വളർന്ന് കാട് പിടിച്ച നിലയിലാണ് ഇതിൻ്റെ അവസ്ഥ. ഇവിടെ എത്തുന്ന കുട്ടികളാകട്ടെ ഇഴജന്തുക്കളെ ഉൾപ്പെടെ പേടിച്ചുകൊണ്ട് പന്ത് തട്ടേണ്ട അവസ്ഥയിലും. പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്കും പറയാനുണ്ട് ദുരിതത്തിന്റെ കഥകൾ. പുല്ല് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ബോൾ അടിക്കുമ്പോൾ ബോളൊന്നും നീങ്ങത്തില്ല. പിന്നെ പുല്ലിട്ട് സ്റ്റക്കാവും, പുല്ലിൽ അങ്ങനെ സ്കിഡായി വീഴാനൊക്കെയുള്ള ചാൻസ് ആണ്. പ്രത്യേകിച്ച് മഴയൊക്കെ വീട് കഴിയുമ്പോൾ ഭയങ്കര തന്നെയല്ലേ ഇവിടെ നമ്മൾ തന്നെ വീഴുകയൊക്കെ ചെയ്യും. നേരത്തെ ഉമ്മൻചാണ്ടി MLA ആയിരിക്കെ 80 ലക്ഷം രൂപ മുടക്കി മൈതാനത്ത് ഗാലറി നിർമ്മിച്ചുവെങ്കിലും ഇതിന്റെ പിൻഭാഗത്തും കാട് കയറി. ക്രിക്കറ്റ് മത്സരത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പുല്ല് വെട്ടി മൈതാനം വൃത്തിയാക്കി. അതേസമയം വിഷയത്തിൽ രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നതെന്ന് CPM ആരോപിച്ചു. ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.